മലയാളം സിനിമയുടെ ആർക്കും തകർക്കാനാവാത്ത അത്യുജ്വല വിജയത്തിലേക്ക് എമ്പുരാൻ പറന്നു കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അവസാനത്തോടെ 325 കോടി എന്ന ഗോൾഡൻ ഫിഗറിൽ മുത്തമിട്ട എമ്പുരാൻ ഈ ആഴ്ച തുടക്കത്തിൽ 330 കോടിയിലെത്തി നിൽക്കുകയാണ്. എമ്പുരാന്റെ OTT റിലീസിന് വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ മോളിവുഡിന്റെ സർവ്വകാല റെക്കോർഡ് എഴുതി ചേർത്ത എമ്പുരാൻ ടീം സക്സസ് സെലിബ്രേഷന് വേണ്ടിയുള്ള പരിപാടികൾ ആലോചിക്കുകയാണ്. ഒപ്പം അധികം താമസിക്കാതെ തന്നെ L3 അഥവാ അസ്രായേൽ അനൗൺസ്മെന്റും ഉടൻ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. എമ്പുരാൻ റിലീസിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ വിമർശനങ്ങളും കോൺട്രവേഴ്ഷ്യൽ ചർച്ചകളും അടിസ്ഥാനമാക്കി ചിത്രത്തിന്റെ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തിയ വേർഷനിൽ തന്നെയാവും ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിന് എത്തുക എന്നും അറിയുന്നുണ്ട്. പൃഥ്വിരാജ് സുകുമാരന്റെ മൂന്നാമത്തെ സംവിധാന സംരംഭവും ആന്റണി പെരുമ്പാവൂരിന്റെയും ആശീർവാദ് സിനിമാസിന്റെയും 25 വർഷത്തെ ഏറ്റവും വലിയ ചിത്രവുമായ എമ്പുരാൻ മാർച്ച് 27-ന് റിലീസ് ചെയ്ത് ഒരു മാസം പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെയാണ് 325 കോടി വേൾഡ് വൈഡ് കളക്ഷൻ ചെയ്ത് റെക്കോർഡിട്ടത്. കൂടാതെ 100 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ഷെയറും എമ്പുരാൻ നേടുകയുണ്ടായി. മലയാളത്തിന്റെ മോഹൻലാൽ, ഖുറേഷി അബ്രഹാം, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ മരണമാസ് കഥാപാത്രങ്ങളായി എത്തിയപ്പോൾ ഒപ്പം മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സായ് കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, അഭിമന്യു സിംഗ്, ഇന്ദ്രജിത് സുകുമാരൻ, കിഷോർ, സച്ചിൻ ഖദേകർ എന്നിങ്ങനെ മലയാളം, തമിഴ്, തെലുങ്കു താരങ്ങൾക്കൊപ്പം നിരവധി വിദേശി താരങ്ങളും ഒരുമിച്ച മലയാളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈ ക്വാളിറ്റി സിനിമ അനുഭവം തന്നെയായിരുന്നു L2 അഥവാ എമ്പുരാൻ. നാളെ മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ എമ്പുരാൻ കണ്ടാസ്വദിക്കാം. ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.